Hi all, the real civil engineering മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഇവിടെ ഒരു അഡീഷനെ പറ്റിയും എക്സ്റ്റൻഷനെ പറ്റിയാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മുടെ ഡിസ്കഷൻ വീഡിയോസിലൊക്കെ ഇതിനെ പറ്റിയിട്ട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പലർക്കും അത് വരച്ച് കാണണം, ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണണം എന്ന് പറഞ്ഞതിന്റെ പുറത്താണ് നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ള ഒരു വീഡിയോയിലാണ് വർക്കൗട്ട് ചെയ്തത്. നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡ്രോയിങ് വരയ്ക്കുന്നത് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ പ്രീവിയസ് വീഡിയോസ് നിങ്ങൾ കാണുക തന്നെ വേണം. ഓക്കെ, എന്നാലും ഇനീഷ്യലായിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വളരെ ശ്രദ്ധാപൂർവ്വം കാണുക. അത് നിങ്ങളുടെ കണ്ടീഷൻ, നിങ്ങളുടെ പ്ലാനുമായിട്ട് ഒത്തു നോക്കുക, അതിനോട് മാച്ച് ചെയ്ത് ചെയ്യുക. ഓക്കെ, ഇതിൽ നമുക്ക് അധികം ഒരുപാട് പേർക്ക് അഡീഷനും എക്സ്റ്റൻഷനും വരുന്ന വർക്കുകൾ ടെൻഷൻ അടിച്ചുകൊണ്ട് അത് നമ്മൾ ആകെ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. അതിന്റെ ആവശ്യമൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഡ്രോയിങ് ഫയൽ ഓപ്പൺ ആക്കുക എന്നുള്ളതാണ്. ഓപ്പൺ ആക്കിയതിന് ശേഷം ആദ്യത്തെ നമ്മൾ പ്രൊസീജിയറൊക്കെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ഒരു ബോക്സ് ഉണ്ടായിരിക്കും. ഈ ബോക്സിൽ നമ്മൾ ഈ ആദ്യത്തെ ടാബ് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, ഒരു ടാബ് ഓപ്പൺ ആയി വരും. ക്രിയേറ്റ് ന്യൂ പ്രോജക്റ്റ് എന്നാണ് ആ പറയുന്ന ടാബിന്റെ പേര്. അപ്പൊ നമ്മളത് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ടേബിൾ ഓപ്പൺ ആയി വരുന്നു. പലർക്കും ഇത് ഓപ്പൺ ആയി വരുന്നില്ലെന്ന് കംപ്ലൈന്റ് ഒക്കെ പറയുന്നുണ്ട്. അത് അവരുടെ ഇൻസ്റ്റാളേഷന്റെ പ്രശ്നം അല്ലെങ്കിൽ നെറ്റ്വർക്കിന്റെ പ്രശ്നം എന്തെങ്കിലും ആയിരിക്കും കേട്ടോ. അതിൽ നമുക്ക് വേറെ സൊല്യൂഷൻ ഒന്നും പറയാനില്ല. ഇത് ഇങ്ങനെ ടേബിൾ ഓപ്പൺ ആയി വരണം. ഓക്കെ, സോ ഇതില് എന്തൊക്കെയാ ഡീറ്റെയിൽസ് ആണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ലോക്കൽ ബോഡി ഏത് ടൈപ്പ് ആണ്, അതുപോലെ തന്നെ പെർമിറ്റ് ടൈപ്പ്, ഇങ്ങനെ അത്യാവശ്യമുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കിടെക്ടിന്റെ നെയിം, ഡീറ്റെയിൽസ്, വില്ലേജ്, താലൂക്ക്, ഡിസ്ട്രിക്ട്, വാർഡ് നമ്പർ ഒക്കെ കൊടുക്കാൻ പറഞ്ഞിരുന്നു. ഇനി കുറെ കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്തതുണ്ട് അതില്, അത് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് ആവശ്യമില്ല. ഓക്കെ, ഓണർ മൊബൈൽ നമ്പർ ഒക്കെ ആവശ്യമെങ്കിൽ ഫില്ല് ചെയ്താൽ മതി, അഡ്രസ് ഒക്കെ, അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്താലും പ്രശ്നമില്ല കേട്ടോ. നമ്മളൊരു റിപ്പോർട്ടിലേക്ക് വരുമ്പോൾ അതൊക്കെ ഉണ്ടായത് നല്ലത് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ വെച്ചിട്ടുള്ളത് അതില്. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പെർമിറ്റ് ടൈപ്പ് നമ്മൾ ബില്ലിംഗ് പെർമിഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തെയാണ് വളരെ ഇമ്പോർട്ടന്റ്, നേച്ചർ ഓഫ് പെർമിഷൻ എന്നുള്ളത് നമ്മൾ എടുക്കുമ്പോൾ ന്യൂ കൺസ്ട്രക്ഷൻ എന്നുള്ളത് മാറ്റി അഡീഷൻ ഓർ എക്സ്റ്റൻഷൻ എടുക്കണം. അതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. നേച്ചർ ഓഫ് കൺസ്ട്രക്ഷൻ മാറ്റി നമ്മൾ എന്ത് വേണം, നേച്ചർ ഓഫ് പെർമിഷൻ മാറ്റിയിട്ട് ന്യൂ കൺസ്ട്രക്ഷൻ മാറ്റി അഡീഷൻ ഓർ എക്സ്റ്റൻഷൻ ക്ലിക്ക് ചെയ്യണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് ക്ലിക്ക് ചെയ്യുക. ഇനി ബാക്കിയുള്ളത് നമുക്ക് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ബാക്കി ഒക്യുപ്പൻസി കാര്യങ്ങൾ നമ്മൾ അതുപോലെ തന്നെ കൊടുക്കുക. ഇനി പലപ്പോഴും പലരും ചോദിച്ച കാര്യമാണ് 3 സെന്റിൽ കുറവുണ്ടെങ്കിൽ സ്മോൾ പ്ലോട്ടുള്ള കേസ്. ഇപ്പൊ നമുക്കറിയാം 125 എം സ്കോറിന് താഴെയാണ് പ്ലോട്ട് ഏരിയയെങ്കിൽ അത് ബിൽഡിങ്ങിന്റെ സ്മോൾ പ്ലോട്ട് ആണ്. അപ്പൊ അത്തരം കണ്ടീഷൻസ് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നമ്മൾ ബിൽഡിങ്ങിന്റെ സ്മോൾ പ്ലോട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. ഏത് 3 സെന്റിന് താഴെയുള്ള കേസിലാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അത് ഡൗട്ടുകൾ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ അതുകൊണ്ട് ഉൾപ്പെടുത്തിയത്. ബിൽഡിങ്ങിന്റെ സ്മോൾ പ്ലോട്ട് 3 സെന്റിന് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം റൂൾസിൽ പല എന്താ പറയാ ഇതുകൊണ്ട് ലിമിറ്റേഷൻസ് പറയുന്നുണ്ട്, പല പല കണ്ടീഷൻസ് വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് ബിൽഡിങ്ങിന്റെ സ്മോൾ പ്ലോട്ട് 3 സെന്റ് താഴെയാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്, അല്ലെങ്കിൽ നമുക്ക് എന്നെ എന്നുള്ളതിനെ കിടന്നോട്ടെ. ഓക്കെ, അപ്പോൾ ഈ ഒരു ടാബിൽ അഡീഷണൽ എക്സ്റ്റൻഷൻ ക്ലിക്ക് ചെയ്തു, നമ്മൾ ഓക്കെ കൊടുക്കുന്നു. അതാണ് ആദ്യത്തെ നമുക്ക് ആവശ്യമുള്ളത്, അത് നമ്മൾ ചെയ്തു. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ ഓൾറെഡി വരച്ചു വെച്ച ഡ്രോയിങ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇത്ര ചോദ്യങ്ങളൊന്നും വരത്തില്ല. നമുക്ക് പ്രീഡിസിആറിൽ നെക്സ്റ്റ് ഇയർ എന്താ പ്രീഡിസിആറിൽ ടൂളിൽ ഷോ ലേയേഴ്സ് കൊടുത്താൽ എല്ലാതും വരച്ചതൊക്കെ വരും എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓൾറെഡി പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ DCR ലേയേഴ്സ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പ്രീവിയസ് വീഡിയോസ് ഒക്കെ അത് വിശദമായിട്ട് കാണുക കേട്ടോ. എല്ലാം കൂടി പറഞ്ഞ് നമുക്ക് ഈ വീഡിയോയിൽ സമയം കളയാതിരിക്കാനാണ് നമ്മൾ അത്രയും ഡീറ്റെയിൽ ആക്കാത്തത്. ഇതിന് ഓപ്പണായി വന്ന് നമ്മൾ സാധാരണ ചെയ്യേണ്ടത്, നമ്മൾ കുറെ ലേയേഴ്സ് ഇവിടെ ഇട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ കാണുന്നതിന് മുന്നേ നമ്മുടെ 5ാമത്തെ 6ാമത്തെ പാർട്ടൊക്കെ കണ്ടിട്ട് വരിക കേട്ടോ. അല്ലാണ്ട് 2ാമത്തെ പാർട്ടും അതൊക്കെ കണ്ടിട്ട് വേണം വരാനായിട്ട്. ആദ്യമായി കാണുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ വീഡിയോസിൽ സെർച്ച് ചെയ്താൽ കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, നമ്മൾ ആദ്യമായി തന്നെ സൈറ്റ് പ്ലാൻ ലെയർ, ലൊക്കേഷൻ പ്ലാൻ ലെയർ, പ്ലോട്ട് ലെയർ, അതുപോലെ തന്നെ മെയിൻ റോഡ് വരയ്ക്കുക. അതുപോലെ തന്നെ പ്രോപ്പ് വർക്ക്, പ്രപ്പോസൽ വർക്കാണ് പ്രോപ്പ് വർക്ക് എന്നാണ്. ബിൽഡിങ്ങിന്റെ ലൈൻ വരയ്ക്കുന്നു, അതൊക്കെ മെർജിങ്ങും കണക്ഷനും, ഫ്ലോറിന്റെ ലെയർ, ഫ്ലോറിംഗ് സെക്ഷനിൽ വരയ്ക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ മാർക്ക് ചെയ്യുക, സ്ട്രീറ്റ് ലെവലിൽ മാർക്ക് ചെയ്യാം. സെക്ഷണൽ ഐറ്റംസ്, ബീം, കോളൊക്കെ അതൊക്കെ ഇവിടെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. സെക്ഷണൽ ഐറ്റംസ്, ബീം ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ സെക്ഷണൽ ഐറ്റംസ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ജനറലി നമ്മൾ അതേ ഓർഡറിൽ തന്നെ ചെയ്തു വരിക. അതുപോലെ തന്നെ സ്റ്റെയർ കേസ് വരയ്ക്കണം. സ്റ്റെയർ റൂം ഉണ്ടെങ്കിൽ സ്റ്റെയർ റൂം വരയ്ക്കേണ്ടതും, സെക്ഷൻ വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്നും, അതായത് സെക്ഷനിൽ നമ്മൾ വരച്ചിട്ട് ഈ സെക്ഷനിൽ എഴുതേണ്ട കാര്യങ്ങൾ, പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അതേ ഓർഡറിൽ തന്നെ ഫോളോ അപ്പ് ചെയ്ത് വരിക. നമുക്ക് ഇവിടെ ആകെയുള്ള വ്യത്യാസം എന്നുള്ളത് മാത്രം ഞാനിവിടെ ഫോക്കസ് ചെയ്ത് പറയുന്നത്.
അപ്പോൾ അതിലെ കൂടെ തന്നെ സ്റ്റെയർ കേസ് ഒക്കെ നമ്മൾ അതേപോലെ തന്നെ പഠിപ്പിച്ചും അതേ മെത്തേഡിനെ ഫോളോ അപ്പ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഇൻസേർട്ട് ഡയറക്ഷൻ, അതുപോലെ തന്നെ ഓപ്പൺ ടെറസ് ഉണ്ടെങ്കിൽ ഓപ്പൺ ടെറസ് മാർക്ക് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ പാരപ്പറ്റ് മാർക്ക് ചെയ്യേണ്ടതൊക്കെ അതേപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യുക. നമുക്ക് വ്യത്യാസപ്പെടുത്തിയുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ട് പോകുന്നു. ഓക്കെ, ഡയറക്ഷൻ ഓഫ് റെഫറൻസ് സർക്കിൾ വെച്ചുള്ളതും നോർത്ത് ഡയറക്ഷൻ മാർക്ക് ചെയ്തതും എല്ലാതും അതേപോലെ തന്നെ കേട്ടോ. അതർ ഐറ്റംസ് ഒക്കെ നമ്മൾ അതേ വീഡിയോയിൽ പറഞ്ഞുള്ളത് തന്നെ ഫോളോ അപ്പ് ചെയ്യുക. എന്താണ് വ്യത്യാസം അത് നമ്മളോട് ഡിസ്കസ് ചെയ്യണം. ഇതാണ് ഈ പറയുന്ന ഗ്രൗണ്ട് ഫ്ലോറിന്റെ പ്ലാൻ എങ്കിൽ ഇതിൽ നമുക്ക് ശ്രദ്ധിക്കാം, ഒരു വർക്ക് ഏരിയ പുതിയതാണ്, പ്രപ്പോസൽ ആണ്, ബാക്കിയുള്ള എല്ലാതും എക്സിസ്റ്റിംഗ് ആണ്. അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. മേൽഭാഗത്ത് പിന്നെ എല്ലാതും പുതിയ തന്നെയാണ്. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ ഇവിടെ ഒരു എക്സിസ്റ്റിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുതിയ പ്രപ്പോസൽ ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ FSI വരയ്ക്കുന്നതിലാണ് ആകെ വ്യത്യാസമുള്ളൂ. FSI വരയ്ക്കുന്നതിലാണ് ആകെയുള്ള വ്യത്യാസം. സോ നമ്മൾ എന്ത് ചെയ്യണം, FSIയുടെ ലെയർ എടുക്കുന്നു. നമുക്ക് വീടായതുകൊണ്ട് റെസി FSI ആണ് എടുക്കേണ്ടത് കേട്ടോ. റെസി FSI നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പോളിലൈൻ ടൂളാണ് സാധാരണ വരയ്ക്കാറ്, അല്ലെങ്കിൽ റെക്ടാംഗിൾ യൂസ് ചെയ്യാം. നമുക്ക് ഇവിടെ പ്രപ്പോസ്ഡ് പുതിയതായിട്ടുള്ള ഏരിയ ഈ പറയുന്ന വർക്ക് ഏരിയ ആണ്. അതിന് നമ്മൾ റെക്ടാംഗിളോ അല്ലെങ്കിൽ പോളിലൈനോ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, വരച്ചു കൊടുക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ ഏരിയ. ഓക്കെ, ഇതാണ് പുതിയ ഏരിയ. നമ്മളൊരു റെക്ടാംഗിൾ എടുത്തുകൊണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇതേ ഇപ്പോൾ ഈ FSIയുടെ ലെയർ നമ്മൾ വരച്ചു. ഓക്കെ, ഇപ്പോൾ ഈ ലെയർ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ലെയർ ആണ് അല്ലെ, കണ്ടിന്യൂസ് ലൈനാണ്. ഇവിടെ ബൈ ലെയറിൽ നോക്കുക, കണ്ടിന്യൂസ് ലൈനാണ്. ഞാനിപ്പോൾ എന്ത് ചെയ്തു, ഒരു FSIയുടെ ലെയർ വരച്ചു. ഇനി ഞാൻ വേണ്ടത് വെച്ചാൽ ഇപ്പം എല്ലാം വരച്ചിട്ട് നമുക്ക് മാർക്കിംഗ് ഒരുമിച്ച് ചെയ്യാം അല്ലെ, അതാണ് നല്ലതൊന്നുകൂടിയും. ഇനി നമുക്ക് ബാക്കി FSIയുടെ ഏരിയ സെപ്പറേറ്റ് വരയ്ക്കാം. ഇതൊക്കെ എക്സിസ്റ്റിംഗ് ഏരിയകളാണ് അല്ലെ. അപ്പോൾ എക്സിസ്റ്റിംഗ് ഏരിയയുടെ FSI മാർക്ക് ചെയ്യാം. നമുക്കറിയാം FSI മാർക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ബാൽക്കണി അല്ലെങ്കിൽ സിറ്റ് ഔട്ട് നമ്മൾ എന്ത് ചെയ്യാറില്ല, മാർക്ക് ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ വീണ്ടും FSIയുടെ ലെയർ എടുക്കുക, പോളിലൈൻ എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ചുറ്റൂർ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയയുടെ ചുറ്റും നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ പോളിലൈനായിട്ട് വരച്ചു കൊടുക്കുക. ഓക്കെ, നോർമൽ സാധാരണ വരയ്ക്കുന്ന അതേ മെത്തേഡ് തന്നെ. എന്ത് വേണ്ട, സിറ്റ് ഔട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ, നമുക്കറിയാം സിറ്റ് ഔട്ടും ബാൽക്കണിയൊക്കെ നമ്മൾ സർവീസ് വരാവുന്നതൊക്കെ അവോയ്ഡ് ചെയ്യാറുണ്ട് FSIയിൽ. അപ്പോൾ അത് നമ്മൾ അതുപോലെ തന്നെ ചെയ്യുക. നമ്മൾ ചുറ്റോറ് പോളിനായിട്ട് വരച്ചു. ദെൻ ക്ലോസ്ഡ് പോളി പ്രത്യേകം ശ്രദ്ധിക്കുക, ക്ലോസ്ഡ് പോളി C എൻ്റർ കൊടുത്തു. ഇതേപോലെ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഈ രണ്ട് വരച്ചു. ഇനി നമ്മൾ വേണ്ട മാർക്കിങ്ങിലാണ് ഇതിന്റെ പ്രത്യേകത, മാർക്കിങ്ങിലാണ് പ്രത്യേകത. ഓക്കെ, നമുക്ക് പ്രപ്പോസലുള്ള എങ്ങനെ മാർക്ക് ചെയ്യാം, PDCRൽ മാർക്കിൽ നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെ എന്താ, നമ്മുടെ റെസിഡൻഷ്യൽ FSI മാർക്കിംഗ് എടുക്കുക. അതിൽ റെസിഡൻഷ്യൽ ഡിഫോൾട്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ പുതിയ ഏരിയ വർക്ക് ഏരിയ ഇതാണെങ്കിൽ ഈ പറയുന്ന മാതിരി മാർക്ക് റെസിഡൻഷ്യൽ FSI മാർക്കിങ്സ് റെസിഡൻഷ്യൽ ഡിഫോൾട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിത് ഈ പറയുന്ന ആ വർക്ക് ഏരിയ പ്രപ്പോസൽ അതല്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുന്നു, എൻ്റർ കൊടുക്കുന്നു. അവിടെ നമുക്ക് മാർക്കിംഗ് കഴിഞ്ഞു. ഓക്കെ, റെസിഡൻഷ്യൽ എന്നുള്ള പേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ FSI എന്നുള്ള മാർക്കിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് വരുന്നത് എക്സിസ്റ്റിംഗ് ഉള്ള ഏരിയകളാണ്. ഈ ഏരിയയിൽ നമുക്ക് ബാൽക്കണി, അതായത് സിറ്റ് ഔട്ട് ഒഴികെ ബാക്കിയുള്ള ഏരിയകൾ നമുക്ക് FSI മാർക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് PDCR മാർക്കിൽ നമുക്ക് FSIയിൽ നമ്മൾ എന്ത് ചെയ്യുക, എക്സിസ്റ്റിംഗ് FSI എന്നുള്ളതാണ് എടുക്കേണ്ടത്. PDCRൽ മാർക്കിൽ FSIയിൽ നമുക്ക് എക്സിസ്റ്റിംഗ് FSI എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ആ പറയുന്ന FSI ലൈനുള്ളിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം എൻ്റർ കൊടുക്കുക. ഓക്കെ, ഇതിപ്പോൾ എങ്ങനെ ഇതിൽ വന്നു എന്ന് അറിയാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക്. നമ്മൾ സാധാരണ ഇത് സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ ബൈ ലെയർ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കിടന്നിരുന്നെങ്കിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡോട്ട് ലൈൻസ് അതായത് ഡാഷ് ലൈൻസ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അതിനർത്ഥം ആ എക്സിസ്റ്റിംഗ് FSI മാർക്കിംഗ് കഴിഞ്ഞു എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ എങ്ങനെ മാർക്ക് ചെയ്തെന്ന് അറിയാൻ നമുക്ക് ഇങ്ങനെ ഒരു ഇൻഡിക്കേഷൻ ഉണ്ട്. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം അത് എക്സിസ്റ്റിംഗ് FSI നമ്മൾ മാർക്ക് ചെയ്തു എന്നുള്ളത്. ഇതാണ് നമ്മൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്കൊരു ബാൽക്കണിയുടെ ഏരിയ കൂടി ഉണ്ട്. ബാൽക്കണി ഏരിയ നമ്മൾ ഇങ്ങനെ സാധാരണ ചെയ്യാറ്, നമ്മൾ ബാൽക്കണിയുടെ ലെയർ എടുത്തിട്ടാണ് ചെയ്യാറ് അല്ലേ. ആ ബാൽക്കണി ലെയർ എടുത്തിട്ട് നമ്മൾ ബാൽക്കണിയിൽ നിന്ന് ലെയർ എടുക്കുന്നു. നമ്മൾ റെക്ടാങ്കിൾ ഉപയോഗിച്ചുകൊണ്ട് ബാൽക്കണിയുടെ പോർഷനിൽ നമ്മൾ വരച്ചു കൊടുക്കുന്നു അല്ലേ. ഓൾറെഡി വരച്ച ഡ്രോയിങ്ങിലാണ് ഇത് ചെയ്യുന്നത് ഞാൻ. അപ്പോൾ ഞാനൊന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ വരയ്ക്കുന്നത്. നമ്മൾ ബാൽക്കണി ലെയർ വരച്ചു. നമ്മൾ സാധാരണ ഇത് ചെയ്യുക PDCRൽ മാർക്കിൽ, അതുപോലെ തന്നെ ബാൽക്കണി എന്നുള്ളതിൽ. ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മുടെ സിറ്റ് ഔട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യും, സർവീസ് വരാന്ത എടുക്കും. ബാൽക്കണി മേൽഭാഗത്താണെങ്കിൽ അൺമാർക്ക് കൊടുക്കും അല്ലേ. നമുക്ക് സർവീസ് വരാന്തയാണ്, സിറ്റ് ഔട്ടാണ് ഉള്ളത്. അപ്പോൾ PDCR മാർക്ക് ബാൽക്കണിയിൽ സർവീസ് വരാന്ത സെലക്ട് ചെയ്ത് നമ്മൾ ഈ പറയുന്നത് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നോടുന്നു വരയ്ക്കുന്നുണ്ട് കേട്ടോ, ലെയർ മാറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ബാൽക്കണി എന്നുള്ള ലെയർ എടുത്തുകൊണ്ട് വേണം വരയ്ക്കാൻ. ഞാൻ ലെയർ ഒന്ന് മാറിപ്പോയായിരുന്നു. നമുക്കൊന്നുകൂടി ബാൽക്കണി എന്നുള്ള ലെയർ എടുത്തുകൊണ്ട് നമ്മൾ നേരത്തെ ലെയർ ഒന്ന് മാറിപ്പോയായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് സെലക്ട് ചെയ്യാൻ പറ്റാഞ്ഞത്.
ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അബദ്ധങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും ഒരു എററായിട്ട് വരുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. പ്രിഡിസിയറിൽ മാർക്കിൽ ബാൽക്കണിയിൽ സർവീസ് വരാതെ എടുക്കുക, ബാൽക്കണിയിൽ സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുത്താൽ അവിടെ സർവീസ് വരാതെ എഴുതി വന്നു. ഇനി നമുക്കറിയാം നമ്മുടെ സിറ്റ് ഔട്ടും ഇവിടെ എന്താണ് എക്സിസ്റ്റിംഗ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത് ചെയ്തതിന് ശേഷം പ്രിഡിസിയറിൽ നമുക്ക് മാർക്കിൽ എക്സിസ്റ്റിംഗ് വർക്ക് എന്ന സംഭവമുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചറിയാം, ഇപ്പൊ അതായത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് സ്ട്രക്ചർ ലൈനായിട്ടാണ് അവിടെ കാണുന്നത് അല്ലെ. ഇനി നമ്മളത് എക്സിസ്റ്റിംഗ് ആണ് ഈ വരാനുള്ളത്. അപ്പൊ നമ്മൾ എന്ത് വേണം, പ്രിഡിസിയറിൽ മാർക്കിൽ എക്സിസ്റ്റിംഗ് വർക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുക, ഈ പറയുന്ന പോളിലൈൻ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ കൊടുക്കുക. അപ്പൊ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇതേ ഡോട്ട് ലൈനിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അത് എന്താ എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് സർവീസ് വരാന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ FSIയും സർവീസ് വരാന്ന് മാർക്ക് ചെയ്ത് കംപ്ലീറ്റ് ഏരിയ നമ്മൾ എടുത്തു. ഇനിയിപ്പോ മേൽഭാഗത്തെ കാര്യം നിങ്ങൾക്ക് ഒന്നുകൂടി ചെയ്യണമെങ്കിൽ ചെയ്ത് നോക്കാം. എന്താ സാധാരണ റെസി FSI വലിയ വ്യത്യാസങ്ങളൊന്നും അതിലില്ല. നമുക്ക് ഇപ്പൊ നമ്മൾ റെസി FSI നമ്മൾ എടുക്കുന്നു, സാധാ മെത്തേഡ് തന്നെയാണ്. എന്ത് നമ്മൾ പോളിലൈൻ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് എന്താ പറയാ, എല്ലാം പ്രപ്പോസർ ആണ്, അഡീഷണൽ അല്ലേ, എല്ലാം പ്രപ്പോസർ ഏരിയ ആണ്. അപ്പോൾ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, നമ്മുടെ സാധാരണ നമ്മൾ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെ നമ്മൾ വരയ്ക്കുന്നു. ബാൽക്കണി അവോയ്ഡ് ചെയ്യണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ എവിടെയാണോ വരച്ച് നിർത്തിയത് അത് ക്ലോസ്ഡ് പൂളി ആക്കാനും പ്രത്യേകം എൻ്റർ കൊടുക്കുക, ക്ലോസ്ഡ് പൂളി ആക്കുക. ഇത് നമ്മൾ എന്ത് ചെയ്യണം, പ്രിഡിസിയറിലെ മാർക്കിൽ എന്താ സാധാരണ നമ്മൾ കൊടുക്കുന്ന റെസിഡൻഷ്യൽ FSI മാർക്കിങ് അല്ലെ, അത് തന്നെ കൊടുക്കണം. അതിൽ റെസിഡൻഷ്യൽ ഡിഫോൾട്ട് അതെടുത്തിട്ട് ക്ലിക്ക് ചെയ്യുന്നു, എൻ്റർ കൊടുക്കുന്നു, അവിടെ വന്നിട്ടുണ്ടാവും, ഓൾറെഡി റെസിഡൻഷ്യൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, ബാൽക്കണി ലെയർ ഞാൻ അതുകൊണ്ട് ഇന്ന് മാർക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ബാൽക്കണിക്കുള്ള ചെറിയ വ്യത്യാസം കൂടി നിങ്ങൾ അറിഞ്ഞിരുന്നോട്ടെ. ബാൽക്കണി എന്നുള്ള ലെയർ എടുക്കുന്നു. ദെൻ ഇവിടെ നമ്മൾ റെക്ടാങ്കിളോ, നമ്മൾ ചതുരായതുകൊണ്ട് റെക്ടാങ്കിൾ എടുത്തതിന് ശേഷം നമ്മൾ ആ പറയുന്ന ഒരു റെക്ടാങ്കിൾ ലൈൻ നമ്മൾ വരച്ചു, കംപ്ലീറ്റ് ആയിട്ട് വരച്ചതിന് ശേഷം നമ്മൾ പ്രിഡിസിയറിൽ മാർക്കിൽ ബാൽക്കണി അൺമാർക്കാണ് കൊടുക്കേണ്ടത്. ബാൽക്കണിക്ക് സിറ്റ് ഔട്ടിനെയാണ് സർവീസ് വരാതെ കൊടുക്കേണ്ടത്. അൺമാർക്ക് എടുക്കുന്നു, നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, എൻ്റർ കൊടുക്കുന്നു, അവിടെ ബാൽക്കണി വന്നു. ഇപ്പൊ എക്സിസ്റ്റിംഗ് ഒന്നും അല്ലാത്തതുകൊണ്ട് വേറെ എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി പലർക്കും സംശയമുണ്ട്, യൂണിറ്റ് BUAയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? ഒന്നും തന്നെ ഇല്ല. യൂണിറ്റ് BUAയിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ യൂണിറ്റ് BUAയുടെ ലെയർ എടുക്കുന്നു, പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും അതിലില്ല കേട്ടോ. ഞാൻ പറയുകയാണ്, ഇനി വരയ്ക്കുമ്പോൾ സെപ്പറേറ്റിനായിട്ട് വരച്ചോളൂ, ഇനി ഒരു കൺഫ്യൂഷൻ വേണ്ട. ഇപ്പൊ യൂണിറ്റ് BUA ലെയർ എടുത്തു, എങ്ങനെ വരയ്ക്കാൻ നോക്കുക. ഇത് ഈ പറയുന്ന എന്ത് വരച്ചു, ഈ സിറ്റ് ഔട്ട് ഞാൻ വർക്ക് ഏരിയ വരച്ചു. ഇനി എക്സിസ്റ്റിംഗ് ഉള്ളത് നമുക്കറിയാം, യൂണിറ്റ് BUAയിൽ നമ്മൾ എന്ത് കൊടുക്കില്ല, സർവീസ് വരാതെ, അതായത് സിറ്റ് ഔട്ടും ബാൽക്കണി നമ്മൾ മാർക്ക് ചെയ്യാറില്ല സാധാരണ. ഓക്കെ, ഇനി നമുക്ക് ഈ പറയുന്ന ലെയറാണ് എന്ത്, ഇവിടെ ചുറ്റോറും, അതായത് യൂണിറ്റ് BUA ബാക്കിയുള്ളടത്തൊക്കെ വരയ്ക്കണം. അപ്പൊ ഞാൻ തൽക്കാലം ഒരു എളുപ്പത്തിൽ ചെയ്യുന്ന മെത്തേഡ്, നമ്മുടെ റെസി FSIയുടെ അതേ ലെയർ ഒന്ന് കോപ്പി ചെയ്ത് വെച്ചിട്ട് ഞാൻ ആ ലെയർ മാറ്റുകയാണ് കേട്ടോ. അതായത് റെസി FSI എന്ന ലെയർ ഒന്ന് കോപ്പി എടുത്ത് കുറച്ച് നീക്കി വെച്ചു. അതിനുശേഷം ആ ലെയർ എന്ത് മാറ്റുകയാണ്, യൂണിറ്റ് BUA ആക്കി മാറ്റുകയാണ്. ഓക്കെ, നമുക്ക് ലെയർ കിട്ടി, ഞാൻ മൂവ് ചെയ്ത് അതായത് എക്സാക്ട് പൊസിഷനിൽ വെക്കുകയാണ്. ഇങ്ങനെയൊക്കെ പലരും ചെയ്യാറുണ്ട്. ആവശ്യമെങ്കിൽ നിങ്ങൾക്കും അതേ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് അതേ മെത്തേഡ് ചെയ്യാം. ഈ പറഞ്ഞ FSIയുടെ അതേ ലൈൻ തന്നെയാണല്ലോ നമുക്ക് അടുത്ത് വരണത്. അപ്പൊ നമ്മൾ അത് എടുത്തിട്ട് ഒന്ന് കോപ്പി ചെയ്ത് നീക്കി വയ്ക്കുക, കോപ്പി ചെയ്യണം കേട്ടോ. അതിനുശേഷം നമ്മൾ ആ ലെയർ സെലക്ട് ചെയ്ത് മാറ്റി കൊടുക്കുക, യൂണിറ്റ് BUA ആക്കി കൊടുക്കുക. ശേഷം അത് എടുത്ത് അതേ പൊസിഷനിൽ തന്നെ കൊണ്ടുപോയി മൂവ് ചെയ്ത് കൊണ്ടു വയ്ക്കുക. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് പ്ലാൻ ഒക്കെ ആണെങ്കിൽ ഇത്തരത്തിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒന്നുകൂടി വരയ്ക്കുന്നതിൽ തെറ്റില്ല. അപ്പൊ ഇത് കൊടുത്ത് അതിനുശേഷം മാർക്കിംഗ് നമുക്ക് ഒരുമിച്ച് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് നമുക്ക് അതിനൊരു മാറ്റങ്ങളൊന്നുമില്ല. പ്രിഡിസിയറിൽ നമുക്ക് മാർക്കിൽ യൂണിറ്റ് BUA എടുക്കുക, അതിൽ സ്പ്ലിറ്റഡ് 1 എടുത്തതിന് ശേഷം ഒരു സ്പ്ലിറ്റ് ആണുള്ളത്. അപ്പോൾ ഒന്നൊന്ന് ക്ലിക്ക് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ കൊടുക്കുക. ഇത് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എന്താ ഒരുമിച്ച് അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, എൻ്റർ കൊടുക്കുക. അപ്പോൾ അതോടെ നെയിമിങ് വന്നിട്ടുണ്ടാവും, സ്പ്ലിറ്റ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞു. ഇതെപ്പോഴും സ്പ്ലിറ്റ് 1ഉം ഇതും ഒരുമിച്ച് വന്നിട്ട് നീക്കി വെച്ചേക്കുക കേട്ടോ. അല്ലെങ്കിൽ ഒരു എററായിട്ട് വരാറുണ്ട്, ഓവർലാപ്പ് ചെയ്തൊന്നും വരാറുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് നീക്കി വെച്ചേക്കുക കേട്ടോ. ഓക്കെ, എനിക്ക് നീക്കി വെച്ചേക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് യൂണിറ്റ് BUA. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്കുള്ള വ്യത്യാസങ്ങളായിട്ടുള്ള. ബാക്കി ഒന്നിലും നമുക്കൊരു വ്യത്യാസങ്ങളും ഇല്ല. അപ്പൊ ഇത് വരച്ചു. ഇനി നമുക്കറിയാലോ നമുക്ക് എന്ത് വേണം, വാൾസ് വരയ്ക്കണം, വിൻഡോസ് വരയ്ക്കണം, എങ്ങനെ ഇൻസേർട്ട് ചെയ്യാന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ ഡയറക്ഷൻ റെഫറൻസ് സർക്കിൾ ഇൻസേർട്ട് ചെയ്യണതും പ്ലോട്ട് അതിന്റെ സൈഡ്സ് മാർക്ക് ചെയ്യണം, ഇതൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തുള്ളതാണ്. അപ്പോൾ എങ്ങനെ സൈറ്റ് പ്ലാനിൽ പ്രത്യേകിച്ച് സെക്ഷനിലൊന്നും നമുക്ക് വേറെ ഒന്നും വരയ്ക്കാനൊന്നും ഇല്ല കേട്ടോ, പ്രത്യേകിച്ച് മാർക്ക് ചെയ്യാനൊന്നും ഇല്ല. ഓൾറെഡി പ്ലാനിൽ മാർക്കിങ് മാത്രമേ ഉള്ളൂ. നമ്മൾ റിപ്പോർട്ട് എടുക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ റിപ്പോർട്ടിലെ എക്സിസ്റ്റിങ്ങും ഏരിയ, പ്രപ്പോസൽ ഏരിയ സെപ്പറേറ്റ് എഴുതി കാണിക്കും, ബാൽക്കണി ഏരിയ എന്നുള്ളതൊക്കെ എഴുതി കാണിക്കും. ഓക്കെ, അപ്പൊ അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കറിയാം
നമുക്കറിയാം ബാൽക്കണി ഏരിയ എത്രയാണ്, എന്തിനാണ് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കണമെന്ന് നിങ്ങൾക്കറിയാം. എത്രയാണ് ഇതിന്റെ ഏരിയ? അതിന്റെ പകുതി 50% നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അത് പ്രത്യേകം എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ബാൽക്കണി ഏരിയയുടെ 50% നമ്മൾ ഏരിയയിലേക്ക് കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിന് എത്രയാണ് ഏരിയ ബൈ 2 ആയിരിക്കും അതിന്റെ ഏരിയ ആയിട്ട് കാണിക്കുന്നത്. അതായത് എക്സിസ്റ്റിംഗ് ഏരിയ എന്നുള്ളത് കാണിക്കും, പ്രപ്പോസ്ഡ് ഏരിയ സെപ്പറേറ്റ് നമ്മുടെ ഇതിൽ ഇവിടെ വരുന്ന ടേബിൾസിൽ വ്യക്തമായിട്ട് കാണിച്ചു തരും. ഓക്കെ, ഇതാണ് എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ അഡീഷൻ ഓർ എക്സ്റ്റൻഷൻ ചെയ്യുന്നെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ട്, അഡീഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം ഒരു എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ ഉണ്ടെന്ന് അർത്ഥം അല്ലേ. അപ്പൊ അതിങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത്. ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ് ഒന്നുകൂടി വീഡിയോയിലൂടെ ഒന്നുകൂടി പ്ലാൻ വെച്ചിട്ട് മാർക്ക് ചെയ്ത് തന്നുള്ളൂ. അപ്പോൾ ക്ലിയർ ആയി വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ നെക്സ്റ്റ് അടുത്തൊരു ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ മുന്നോട്ട് വരാം. ഇനി ഒരുപാട് പേര് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ മെസ്സേജിലൂടെ വാട്സപ്പിലൂടെ വരുന്നുണ്ട്. നിങ്ങൾ ദയവായിട്ട് വീഡിയോസിന്റെ താഴെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കമന്റ് ബോക്സിൽ നിങ്ങൾ ഇട്ട് വയ്ക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് അതിനെ നമുക്കൊരു വീഡിയോ രൂപേണ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ കമന്റ് ബോക്സ് വെറുതെ ഇരിക്കുന്നതല്ല, അത് നിങ്ങൾ എല്ലാവരും യൂട്ടിലൈസ് ചെയ്യണം. അതിൽ നിങ്ങൾ നമ്മുടെ ചാനലിന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ടൈപ്പ് ചെയ്യുക. അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത വീഡിയോസ് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.